എല്ലാവർക്കും നമസ്കാരം. ഭാവിയെക്കുറിച്ചോർത്ത് എപ്പോഴെങ്കിലും വല്ലാതെ ടെൻഷൻ അടിച്ചിട്ടുണ്ടോ? എങ്കിൽ ആ ഒരു ഭയത്തെ എങ്ങനെ മറികടക്കാം എന്ന് പഠിപ്പിക്കുന്ന മനോഹരമായൊരു കഥയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. അപ്പോ ഇതാണ് നമ്മുടെ കഥാനായകൻ ആശർ. നദികൾക്ക് കുറുകെ നല്ല ബലമുള്ള പാലങ്ങൾ പണിയുന്നതിലും മിടുക്കനായ ഒരു മനുഷ്യൻ. വളരെ സത്യസന്ധനും കഠിനാധ്വാനിയുമൊക്കെയാണ് കേട്ടോ. പക്ഷേ പുറമേ കാണുന്ന ഈയൊരു കരുത്തുണ്ടല്ലോ, അതിന്റെയൊക്കെ പിന്നിൽ ആഷർ ഭയങ്കര അസന്തുഷ്ടനായിരുന്നു. കാരണം ഇനിയും വന്നിട്ടില്ലാത്ത ഭാവിയെക്കുറിച്ചുള്ള ആകുലതകൾ അയാളുടെ ജീവിതത്തെയും ജോലിയെയുമൊക്കെ വല്ലാതെ തളർത്തിക്കളഞ്ഞിരുന്നു. അപ്പോ ഈ ഉത്കണ്ഠ, ഈ ഒരു ടെൻഷൻ ആഷറിന്റെ ജീവിതത്തെ എങ്ങനെയാണ് ശരിക്കും ബാധിച്ചതെന്ന് നമുക്കൊന്ന് നോക്കാം. ആഷറിന്റെ മനസ്സിൽ എപ്പോഴും വന്നോണ്ടിരുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയായിരുന്നു. പെട്ടെന്നൊരു ദിവസം പുഴ കരകവിഞ്ഞാൽ എന്തു ചെയ്യും? ഞാൻ വെക്കുന്ന കല്ലിന് വല്ല പൊട്ടലും ഉണ്ടായാലോ? ഒരു 10 വർഷം കഴിയുമ്പോ ഈ പാലത്തിന് ബലമില്ലാതായി പോകുമോ? ഇത്തരം ചോദ്യങ്ങൾ അയാളുടെ പേടി കൂട്ടിക്കൊണ്ടേയിരുന്നു. ഈ ടെൻഷൻ കാരണമുണ്ടായ പ്രശ്നങ്ങൾ ചെറുതൊന്നുമായിരുന്നില്ല. ചെയ്യുന്ന ജോലികളൊക്കെ എപ്പോഴും വൈകാൻ തുടങ്ങി. അയാളുടെ കൈകൾ വിറയ്ക്കുമായിരുന്നു. അത് ക്ഷീണം കൊണ്ടായിരുന്നില്ല, മറിച്ച് ഭാവിയെക്കുറിച്ചുള്ള പേടി കൊണ്ടായിരുന്നു. താൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു ചെയ്തിരുന്ന ആ ജോലിയിലെ സന്തോഷം മുഴുവൻ നഷ്ടപ്പെട്ടു. നാളെയുടെ ഒരു അടിമയെപ്പോലെയാണ് അയാൾക്ക് സ്വയം തോന്നിയത്. പക്ഷേ ഒരു ദിവസം രാവിലെ ഇതെല്ലാം അങ്ങ് മാറിമറിഞ്ഞു. പണി തീരാത്തൊരു പാലത്തിന്റെ അരികിൽ നിരാശനായിട്ട് നിൽക്കുകയായിരുന്നു ആഷർ. അപ്പോഴാണ് ജ്ഞാനിയായൊരു വൃദ്ധൻ അങ്ങോട്ടേക്ക് നടന്നു വന്നത്. അദ്ദേഹം വഴിയുടെ സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്ന ഒരാളായിരുന്നു. ഗ്രാമങ്ങളിലൂടെയൊക്കെ അറിവ് പകർന്നുകൊടുത്ത് യാത്ര ചെയ്യുന്നൊരു ജ്ഞാനി. ആ ഒരു കണ്ടുമുട്ടൽ ശരിക്കും ആഷറിന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുകയായിരുന്നു. ആഷറിന്റെ വിഷമം കണ്ടിട്ട് ആ ജ്ഞാനി വളരെ സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞു. നിങ്ങൾ ഒരുപാട് ഭാരം ചുമക്കുന്നുണ്ട്. ഈ പാലം മുഴുവനായി ഒറ്റയടിക്ക് ഉണ്ടാക്കി തീർക്കാൻ നോക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ കൈകൾ ഇങ്ങനെ വിറയ്ക്കുന്നത്. അപ്പോ ഒരുപാട് നേരം ഉപദേശിച്ച് ബോറടിപ്പിക്കുന്നതിനു പകരം ആ ജ്ഞാനി വളരെ ലളിതമായ ഒരു പ്രവൃത്തിയിലൂടെ ആഷറിന് ഒരു വലിയ പാഠം കാണിച്ചുകൊടുത്തു. അദ്ദേഹം ചെയ്തത് ഇത്രയുള്ളൂ. ആദ്യം ഒരൊറ്റ കല്ല് തിരഞ്ഞെടുത്തു. എന്നിട്ട് അതിൽ മാത്രം പൂർണ്ണമായി ശ്രദ്ധിച്ചു. അതിനുശേഷം സ്വയം ചോദിച്ചു, ഈ കല്ലിന് കൃത്യം ഈ നിമിഷത്തിൽ എന്താണ് വേണ്ടത്? എന്നിട്ട് ആ നിമിഷത്തിൽ അതിനെ ഏറ്റവും പെർഫെക്റ്റായിട്ട് രൂപപ്പെടുത്തി. അപ്പൊ കണ്ടില്ലേ ആ വ്യത്യാസം? ആഷറിന്റെ മനസ്സ് എപ്പോഴും മുഴുവൻ പാലത്തെക്കുറിച്ചും ഭാവിയിലെ കൊടുങ്കാറ്റിനെക്കുറിച്ചുമൊക്കെ ഓർത്ത് ടെൻഷനടിക്കുകയായിരുന്നു. പക്ഷെ ആ ജാനീന്റെ മനസ്സോ ഒരൊറ്റ കല്ലിൽ വർത്തമാന നിമിഷത്തിൽ മാത്രം ശ്രദ്ധിച്ചു. അപ്പോ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാൽ, നാളെ ഉണ്ടാകാൻ പോകുന്ന ആ പാലത്തിന്റെ ഉറപ്പ്, അത് ഇന്ന് നമ്മൾ വെക്കുന്ന ഓരോ കല്ലിന്റെയും പൂർണ്ണതയിലാണ്. നിങ്ങൾ ഇന്ന് ചെയ്യുന്ന ഓരോ ചെറിയ കാര്യവും എത്രത്തോളം ഭംഗിയാക്കുന്നോ അത്രത്തോളം ശക്തമായിരിക്കും നിങ്ങളുടെ ഭാവി. അതുപോലെ തന്നെ അദ്ദേഹം വേറൊരു കിടിലൻ ഉദാഹരണം കൂടി പറഞ്ഞുകൊടുത്തു. നദിയെ പോലെയാകാൻ. ഒരു നദി നാളെ ഞാൻ കടലിലെത്തുവോ ഇല്ലയോ എന്നൊന്നും ഓർത്ത് വിഷമിക്കാറില്ല. അത് ഇന്നത്തെ തടസ്സങ്ങളെ മറികടന്ന് മുന്നോട്ട് ഒഴുകിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ആ ജാനിയിൽ നിന്ന് കിട്ടിയ ഈ പുതിയ അറിവും വെച്ച് ആഷിർ പതിയെ പതിയെ ഭയത്തിൽ നിന്ന് ശ്രദ്ധയിലേക്ക് മാറാൻ തുടങ്ങി. എപ്പോഴൊക്കെ ആ പഴയ പേടി മനസ്സിലേക്ക് വരാൻ നോക്കുന്നോ അപ്പോ തന്നെ ആഷിർ ഈ ഒരു മന്ത്രം മനസ്സിൽ പറയും, ഈ ഒരു കല്ല് മാത്രം. അതയാളുടെ ചിതറിപ്പോകുന്ന ചിന്തകളെ തിരികെ ഈ നിമിഷത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പോ ആഷിറിന് ഈ മാറ്റം പെട്ടെന്നൊരു ദിവസം കിട്ടിയതല്ല കേട്ടോ. അതൊരു യാത്രയായിരുന്നു. ഭാവിയെ ഓർത്തുള്ള പേടിയിൽ മരവിച്ചു നിന്നൊരവസ്ഥയിൽ നിന്ന് ഓരോ കല്ലിലും ശ്രദ്ധിച്ചു പരിശീലിച്ച് പതിയെ തന്റെ ജോലിയുടെ താളവും സന്തോഷവുമൊക്കെ വീണ്ടെടുത്തു. ഒടുവിൽ സമാധാനം കണ്ടെത്തി. അപ്പോ ആഷറിന്റെ ഈ കഥയിൽ നിന്ന് നമുക്കെല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്തായിരിക്കും? ഭാവി എന്ന് പറയുന്നത് നമ്മളെ പേടിക്കേണ്ട ഒരു സ്ഥലമൊന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ നല്ല അടിപൊളിയായി ജീവിച്ച ഓരോ ഇന്നുകളുടെയും ഒരു കൂട്ടം മാത്രാണ്. അതുകൊണ്ട് ഈ കഥയുടെയെല്ലാം കാതൽ ഇത്രയുള്ളൂ. നിങ്ങളുടെ നാളെയെ മികച്ചതാക്കാനും സുരക്ഷിതമാക്കാനുമുള്ള ഏറ്റവും നല്ല വഴി നിങ്ങളുടെ എല്ലാ ശ്രദ്ധയും ഊർജവും ഇന്നത്തെ ഈ നിമിഷത്തിന് നൽകുക എന്നതാണ്. അപ്പൊ പോകുന്നതിനു മുൻപ് ഒരു നിമിഷമൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പൂർണ്ണമായി ശ്രദ്ധ കൊടുക്കേണ്ട ആ ഒരൊറ്റ കല്ലേതാണ്? ആഷിറിന്റെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ സഹായകമായെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു വിവരണത്തിന് ലൈക്ക് ചെയ്യണം. ഇതുപോലുള്ള കൂടുതൽ കഥകൾക്കും അറിവുകൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.
അപ്പോ ഇതുവരെ ഇത് കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഓർക്കുക, നമ്മുടെ ഭാവി എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. നമുക്ക് അടുത്തൊരു വിഷയമായി വീണ്ടും കാണാം.